സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐസാർ ഒരു മെഡിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിയാണ് ഗൈസ്. മെഡിക്കൽ കോളേജിലെ ഒരു സ്ഥലത്തും ഐസാർ മെഡിസിൻ ഇല്ല. മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് പോകണം. അതിൻ്റെ ഇടക്ക് വിളിച്ച് കഞ്ഞി വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസിൻ്റെ ഈ ഭാഗത്താണ് കഞ്ഞി കൊടുക്കുക. ലീലേച്ചിൻ്റെ കാര്യം കണ്ടോ? ലീലേച്ച് വരുന്നുണ്ട് ഗൈസ്. ആടെ ഇല്ല ലീലേച്ച്, ഇല്ല. ഇനി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേണം മെഡിസിൻ വാങ്ങാൻ. ലീലേച്ചി കഞ്ഞി വാങ്ങി ചായ കുടിച്ച് മെഡിസിൻ വാങ്ങാം. ഗായ്സ്, മഴ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഒരു കറുന്ന് നെടികും എന്നറിയില്ല. അത് മാത്രമല്ല, എനിക്ക് പെയിൻ ചെറുപ്പ് വാങ്ങി ഗൈസ്. പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് തലക്ക് പെയിൻ വന്നു ഗൈസ് എനിക്ക് ലീലേച്ചിൻ്റെ. അപ്പം പെയിൻ ചെറുപ്പ് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലില്ല, പുറത്തു തന്നെ വാങ്ങണം. അങ്ങനെ ഫൈനലി ഞാൻ പെയിൻ ചെറുപ്പ് വാങ്ങിയിരിക്കുന്നു. ഇപ്പൊ ആ മെഡിസിൻ വാങ്ങാൻ വരുമ്പോൾ ഏകദേശം എത്തി. ഇവിടെ ഇടിയും മിന്നൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതായത് ഗൈസ്, പെരിയാർ മെഡിക്കൽ കോളേജ് ഈ സാധനത്തിന്റെ അപ്പുറമാണ്. അതായത് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് സാഗർ മെഡിക്കൽസ്. ഇതാണ് ഏറ്റവും അടുത്ത് വരുന്നത്. ഫ്രണ്ട്സ് ഹൈപ്പർ മാർക്കറ്റിന്റെ നിയറസ്റ്റ് ആയിട്ട്. അപ്പം ഓടിപ്പോകുന്നവർക്ക് സാഗർ മെഡിക്കൽസിലേക്ക് പോവാം. ഇത്രയും ദിവസം എനിക്ക് അതിനെ കുറിച്ച് അറിയാമെന്നെങ്കിലും കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓടി അങ്ങോട്ടാണ് പോക്ക്. ഏകദേശം അതായത് ഇവിടുന്ന് കുറച്ച് നടക്കണം. അവിടെ അടുപ്പിച്ച് ഒരുപാട് മെഡിക്കൽ ഷോപ്പാണ്. സോ നമുക്ക് ലീലേച്ചിക്ക് കൊടുക്കാം. ഇവിടത്തെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെതാണ്. ഈ മെഡിസിന് നമ്മളിങ്ങനെ നടക്കണം, നടന്ന് അപ്പുറത്തേക്ക് എത്തണം. ഇതൊരു കുന്നായതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ആ കുന്ന് ഇറങ്ങിയിട്ട് വേണം പോകാൻ. അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ കുന്നിറങ്ങി ആടുന്നൊരു കീച്ചലും കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം ഗൈസ്. അപ്പം നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാം. ഐസമോള് ഐസിയുലായതുകൊണ്ട് എനിക്ക് കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കാരണം ഐസമോൾ 21-22 ദിവസമായില്ലേ. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുത്തിയിരിക്കുന്നത്. ഞാൻ ഏകദേശം 21 ദിവസത്തിലൊരു 10 ദിവസം എന്തായാലും പോയിട്ടുണ്ടാവും. 10 ദിവസം പോയിട്ട് 5 ദിവസം പോയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്യും, ഇടയ്ക്ക് ഞാൻ പോവും. അങ്ങനെയാണെന്ന്. പക്ഷേ ഇനി മുതൽ നല്ല കുട്ടിയായിട്ട് കൗൺസിലിംഗ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും ലീലേച്ചിക്കും കൂടി 2 ബെഡാണ് പെരിയാർ മെഡിക്കൽ കോളേജിൻ്റെ PIC വരാന്തയിലുള്ളത്. നമ്മളെ PIC കാണുന്നുണ്ടല്ലോ ഗൈസ്. ഇതാണ് എൻ്റെ മോള് കിടക്കുന്ന PIC. അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കാം. ഇതാണ് എൻ്റെ ബെഡ്. കണ്ടല്ലോ ഗൈസ്, അടിപൊളി ബെഡാണ്. ഇപ്പം വീട് പോലെ തന്നെ ആയതുകൊണ്ട് എല്ലാം ഓക്കെ. അപ്പോൾ ബൈ.